ഹായ് ഫ്രണ്ട്സ്, അപ്പം ബിഗ് ബോസ് വീട്ടിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രതീഷിന്റെ റീ എൻട്രി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ നേരം വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സാറ്റർഡേ എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ഇല്ലല്ലോ, അപ്പോൾ വൈകിട്ട് നമുക്ക് എപ്പിസോഡിൽ കാണാൻ കഴിയും. അപ്പം അറിയാലോ, ഹുണ്ട രതീഷ് കാവിലെ തുമ്പിലെ. അപ്പം ആ രതീഷാണ്, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല രതീഷ് ആ വീക്ക് പോകും എന്നുള്ളത്. ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പോകേണ്ട വ്യക്തിയല്ല. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ അതിനേക്കാളും വോട്ടിങ്ങിൽ താഴെയുള്ള ആളുകളൊക്കെ നിൽക്കെ രതീഷ് പോയി എന്നുള്ളത് എല്ലാവർക്കും അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ എല്ലാവരും കുറേ പ്രതികരിച്ചിരുന്നു. പിന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പുള്ളി അത്തരക്കാരനല്ല. അപ്പോൾ ഈ ഗെയിമിന് വേണ്ടി രതീഷ് പഠിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ കയ്യിൽ കുറേ സ്ട്രാറ്റജിയുമായിട്ട് വന്നത് ഇത്തരത്തിലൊക്കെ ഈ ഗെയിമിന് ആവശ്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കളിക്കണം, അപ്പം ഇതുപോലെയൊക്കെ പോകണം എന്ന് വെച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ കുറേ തന്ത്രമാണ്. അതെവിടേക്കോ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് അങ്ങനെ എവിക്റ്റായി പോകേണ്ടി വന്നത്. സോ അപ്പം നമ്മൾ കുറേ ഇൻ്റർവ്യൂസിലെല്ലാം കണ്ടു. പുള്ളി സാധാരണ കുറച്ചും കൂടി കോമഡിയൊക്കെ പറയുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ജെന്യുവിനായ ആളാണ്. അപ്പോൾ ചില പാളിച്ചകൾ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്, ബിഗ് ബോസ് വീട്ടിനകത്ത് കയറി കഴിഞ്ഞ് പുള്ളി കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിലെത്തി. അപ്പം കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കുറേ പേരുടെ അഭിപ്രായങ്ങൾ, കുറേ വീഡിയോസൊക്കെ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു. സോ അപ്പോൾ അതിൽ എന്തായാലും സത്യമുണ്ടാവും, പുള്ളി അതിൽ കയറിയിട്ടുണ്ടാവും. എന്തായാലും ഈ 50 ദിവസം അടുക്കുമ്പോഴാണ് വന്നിട്ട് ഒരു കുറച്ച് ദിവസമല്ലേ, ഫസ്റ്റ് എവിക്ഷൻ രതീഷിൻ്റെ ആയിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ പോകേണ്ടി വന്നു. അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെ, നിറയെ എന്താ പറയുക, പുള്ളിയുടേതായ കുറേ ഗെയിമൊക്കെ ഉണ്ട്, കുറേ സ്ട്രാറ്റജി ഉണ്ട്. അതിലെവിടേക്കോ പാളിച്ച പറ്റി പുറത്തുപോയി. സോ അപ്പോൾ നമുക്ക് ഇനി രതീഷും ഉണ്ട്. നമ്മൾ സിബിൻ പോയപ്പോൾ അയ്യോ നല്ലൊരു ഹ്യൂമർ സെൻസ്, നല്ല ഒരു വൈബ് കൊണ്ടുവരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പോയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ്. ഇപ്പോൾ രതീഷിൻ്റെ റീ എൻട്രിയോടുകൂടി കുറച്ചുകൂടിയൊക്കെ കോമഡികളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ജിൻഡോ, രതീഷ് പോയപ്പോൾ ആ ജയിൽവാസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു ടീമാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതും അടുത്ത എവിക്ഷൻ രതീഷാണ് പുറത്തു പോകുന്നത്. അതിൽ ജിൻഡോ ഒരുപാട് വിഷമിച്ചു. അയ്യോ എൻ്റെ ഒരു ഫ്രണ്ട് പോയി എന്നുള്ളത് ഭയങ്കര ഒരു വിഷമത്തിലിരുന്ന ജിൻഡോയ്ക്ക് ഇപ്പോഴും ഏകദേശം ആ വീട്ടിനകത്ത് കുറച്ച് പേരൊക്കെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് സിബിനും കൂടി പോയതോടുകൂടി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാലോ, എല്ലാവരും മെക്കിട്ട് കയറുന്നുണ്ട് ജിൻഡോ ആണെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് സംഭവം അറിയാത്തവർ പോലും മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ ബിഗ് ബോസ് വീടിനകത്ത് കാണുന്നത്. സോ അപ്പം രതീഷിൻ്റെ റീ എൻട്രി ഉണ്ടെങ്കിൽ അത് ജിൻഡോയ്ക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവരുടെ രണ്ടുപേരും കൂടി ഒരു കോംബോ നമ്മളിനി കാണേണ്ടിയിരിക്കണം. കാരണം നിർത്തിയതാണല്ലോ, ഒരാൾ ഒരു അമ്മയും ഒരു കുഴവയൊക്കെ ആയിട്ട് വന്നിട്ട് ഡാൻസൊക്കെ ആയിട്ട് വന്നിട്ട് ഇനി ഞങ്ങളൊരു ടീമാണ്, ഞങ്ങളെ തൊട്ടു നോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ല. സോ അപ്പം നിർത്തിയത് വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. എന്തായാലും ഒരു അടിപൊളി കോംബോ ആയിരിക്കും. പിന്നെ ജിൻഡോ വലിയ ഒരുപാട് നെഗറ്റീവിലൊന്നും പോകില്ല. പുള്ളിക്ക് ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ വായിൽ കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ പോയിന്റുകൾ ആ സ്പോട്ടിൽ എടുത്തു പറയാൻ പുള്ളിക്ക് പറ്റാത്ത പലയിടത്തും അതൊരു പരാജയമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഒരു 10 പോയിന്റ് അങ്ങോട്ട് പറയുമ്പോൾ അവിടെ ജിൻഡോയ്ക്ക് ഒരു മറുപടി ഇല്ലാതാകുന്നത്. സോ അപ്പോൾ ഇതുപോലത്തെ ഒരു കൂട്ടൊക്കെ ഉണ്ട്, ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജിൻഡോ ഇനിയും നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രതീഷ് തിരിച്ചെത്തുന്നു. ഇനിയിപ്പോൾ രതീഷിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും? പുള്ളി ശരിക്കും ഇനി ഒന്ന് മാറ്റിപ്പിടിക്കും രതീഷ്. കാരണം ഒരു മാറ്റിപ്പിടിക്കലുമായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് വന്നപ്പോൾ അതല്ല ശരിക്കുള്ള ഗെയിം, അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് പുള്ളി വെളിയിൽ പോയി ഇനി പിന്നുള്ള എപ്പിസോഡുകളും പുള്ളിയുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് വന്നതുകൊണ്ട് ഇനി അത്തരത്തിലൊരു ഗെയിമിലേക്ക് പോകാൻ എന്തായാലും പറ്റില്ല, പുള്ളി ചെയ്യില്ല. പുള്ളി അപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. എന്നാലും കുറേയൊക്കെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരാളാണ്. ഇനിയൊക്കെ ഒരുപാട് പ്രൊവോക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. കാരണം വെളിയിൽ ഈ വീട്ടിനകത്തുള്ള ഇപ്പോൾ എന്താ പറയുക, വൈൽഡ് കാർഡ് വന്നവരുടെ വരെ വീട്ടിനകത്തുള്ള ഗെയിമും അവരെക്കുറിച്ചുള്ള ട്രോളുകളും അതുപോലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ വന്ന് ഇരിക്കുന്നവരുടെ ഗെയിമും ഓരോ ദിവസം കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ നെഗറ്റീവും അതൊക്കെ വെളിയിലൊക്കെ എങ്ങനെ ചർച്ച ചെയ്യുന്നു, വെളിയിലൊക്കെ എങ്ങനെ ട്രോള് പോകുന്നത്, അല്ലെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഉണ്ടാകുന്ന പ്രേക്ഷകർക്കിടയിലുള്ള ഇമ്പാക്റ്റ്, ഇതെല്ലാം കണ്ടിട്ട് പുള്ളി വരുന്നതാണ്. ഇപ്പം ഈ വീട്ടിനകത്തിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളുടെ എല്ലാവരുടെ കാര്യം പുറത്തുനിന്ന് അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാലാണ് പറയാൻ പറ്റുക. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് ഒരു ഗെയിമൊക്കെ ആയിട്ട് വന്ന രതീഷാണ് പെട്ടെന്ന് പ്രേക്ഷകരെ
ഒരു വിഭാഗം പേര് രതീഷിന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു രതീഷിന്റെ എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരുന്നത്. അതിലെല്ലാവരും പ്രതികരിച്ചിട്ടുമുണ്ട് അങ്ങനെ പോകേണ്ട വ്യക്തിയല്ല എന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ 50ാമത്തെ ദിവസം രതീഷിന്റെ റീ എൻട്രി ഉണ്ടാവുന്നത്. ഇനി അടുത്ത 50 ദിവസം ഒരുപക്ഷെ രതീഷിന്റെ ഗെയിം ആണെങ്കിലോ നമ്മൾ കാണാൻ പോകുന്നത്, അതുപോലെ ജിൻഡോനെല്ലാം കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു ഗെയിം ആണെങ്കിൽ ചിലപ്പോൾ പൊളിക്കുമായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് അതെല്ലാം കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ച് രതീഷിന്റെ റീ എൻട്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.